ഹേയ് ഫ്രണ്ട്സ്, അപ്പം എന്നോട് കുറച്ച് പേരായി വല്ല ഈ ഉള്ളിയും വെള്ളുള്ളിയൊന്നും ഇല്ലാത്ത റെസിപ്പീസ് എന്നോട് കുറച്ച് പേരായി ഇടണം എന്ന് പറയണു. അപ്പോൾ അതിനു വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇനി ഇത് സാത്വിക് ആണോ അല്ലയോ എന്നൊന്നും പറഞ്ഞ് ആരും അടി കൂടാൻ വരരുത്. ഇത് സാത്വിക് എന്ന് പറയാൻ കാരണം നമ്മുടെ ഏകാദശിക്കൊക്കെ തക്കാളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഉള്ളിയും വെള്ളുള്ളി ഇല്ലാത്തതുകൊണ്ട് ഇത് സാത്വിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയണത് നമ്മുടെ തക്കാളി തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു 4 മീഡിയം സൈസ്ഡ് തക്കാളിയാണ് ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ. പിന്നെ 3 നമ്മുടെ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിനൊരു വെള്ളം പോലെയാണല്ലോ അതിരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി കടലപ്പരിപ്പില്ലെങ്കിൽ പൊട്ടിക്കടല ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നമുക്കെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരണം, ഗോൾഡനിഷ് കളർ. ആ കളറായി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ചേർത്താനുള്ള പാകമായി എന്നറിയാം. അപ്പോൾ ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ കത്തിക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചി കഷ്ണമാണ്. പിന്നെ നമ്മുടെ ചുവന്ന മുളക് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്ന മുളക് എന്ന് പറയണത് ഇപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് എടുക്കേണ്ട ഒരു സാധനം കേട്ടോ. അപ്പോൾ ഞാൻ പിരിയമുളക് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് മതി, അല്ലെങ്കിൽ ഇനിയും എരിവ് വേണം ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ കുറച്ച് എരിവ് വേണം എന്നൊക്കെ പറയണോണ്ട് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ശരിക്കും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയൊരു സാധനമാണ്. കാരണം ചുവന്ന മുളകിൻ്റെ എരിവ് മാത്രം മതി എന്നാണ് പൊതുവെ പറയുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 4 പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി കുറവ് മതിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൾ തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ചമ്മന്തി ഞാൻ കഴിക്കണത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ആദ്യമായിട്ട്. അത് ഇവിടെ അടുത്തുള്ള ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടലാണ്. വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രമേ സെർവ് ചെയ്യുള്ളൂ അവർ. അതേപോലെ തന്നെ ഉള്ളിയും വെള്ളുള്ളിയും ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അതുപോലത്തെ ഒരു ചട്നി ആദ്യമായിട്ട് കഴിക്കണം. അവർ പച്ചമുളക് ഇടാറില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ മുത്തശ്ശൻ്റെ ശ്രാദ്ധമൊക്കെ ഉണ്ടാവണ നേരത്ത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. അന്ന് കാരണം പൊതുവേ നമ്മൾ ഈ വാവിന് മുന്നേ ബലിയിടാൻ പോണ ദിവസം, അതേപോലെ ഇങ്ങനെ ശ്രാദ്ധത്തിനൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ ദേഹം ശുദ്ധമായിരിക്കണം എന്ന് പറയും. അപ്പോൾ ആ നേരത്തെ നമ്മൾ തലേന്ന് നമ്മുടെ ബോഡിയിൽ ഈ നല്ല സാത്വികമായിട്ടുള്ള ഫുഡ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഈ ഗാർലിക് ഉള്ളി, അത് പറഞ്ഞാൽ വെള്ളുള്ളിയും ഉള്ളിയും നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുകയാണ്. വെരി ലോ ഫ്ലെയിമിലിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെക്കുകയാണ്. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഒന്ന് ആയിക്കഴിഞ്ഞു. നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് മാഷായി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാവാൻ സമയിച്ചിട്ട് നമുക്ക് ഇതിനെടുത്തിട്ടൊരു ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഏകദേശം ഒന്ന് ഫുൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് മാഷായി വന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഞാൻ പറയണ്ടായിരുന്ന കാര്യം. നമ്മുടെ ഉള്ളിയും വെള്ളുള്ളിയും ഒന്നും വാവിൻ്റെ തലേന്ന് കഴിക്കില്ല. നമ്മൾ ബലിയിടാൻ പോണ നേരത്തൊന്നും കഴിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ ആ ദിവസം തലേ ദിവസം വ്രതം എടുക്കണം എന്ന് പറയും. നമ്മൾ അരി ഭക്ഷണം ഒന്നും കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിലും ഒരു നേരെ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പം അന്ന് അതിനു വേണ്ടി ഞങ്ങളന്ന് തലേന്ന് കഴിച്ചത് ഈ ഫുൾ പരിപ്പ് വെച്ച് മാത്രം ഉണ്ടാക്കണ ദോശയുണ്ട്, അടദോശയൊക്കെ ഇല്ലേ, അങ്ങനെ അരിയൊന്നും ഇടാണ്ട് അടദോശ അതല്ലെങ്കിൽ ഗോതമ്പ് ദോശയൊക്കെയാണ് തലേന്ന് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ചമ്മന്തിയാണിത്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ നമുക്ക് ആറാൻ വയ്ക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ. നമ്മൾ ഈ തക്കാളി ചമ്മന്തി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര പുളി രസമായിരിക്കും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന പോലെയല്ല. ഞാനൊന്നും ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി.
എന്നോട് എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മായിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എന്നോട് റെസിപ്പി ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആറാൻ വേണ്ടി നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഇഞ്ചി എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ കടലപ്പരിപ്പ് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ദഹനക്കേട് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി കഷ്ണം ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ആ ഇഞ്ചിയുടെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് പരത്തി ഒരു പ്ലേറ്റിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ആറാൻ വയ്ക്കുക. എന്നിട്ട് നമ്മളിതിനെ മിക്സിയിലിട്ട് ഒന്ന് നല്ല സൂപ്പറായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ്. കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ എന്തിനാ വെച്ചാൽ അതിനൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഇല്ലാണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ആ ചമ്മന്തി അത്ര അങ്ങോട്ട് സ്മൂത്തായിട്ട് വരില്ല. നമുക്ക് നല്ലൊരു സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ചമ്മന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലിന് പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടല്ലോ. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കണത്. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നോക്കിയിട്ട് നമുക്ക് ബാക്കി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കടുക് വറുക്കാൻ പോവാണ്. അപ്പോൾ കടുക് വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് കടുകും നമ്മുടെ കരിവേപ്പിലയും പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 2 ചുവന്ന മുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചമ്മന്തി നമ്മൾ ഇപ്പം കുറേ വേരിയേഷൻസ് വരുത്താം നമുക്ക് ഈ ചമ്മന്തിയിൽ. പക്ഷേ ചിലവരിതിൽ നമ്മുടെ കായം പൊടി ചേർക്കാറുണ്ട് കേട്ടോ. കായം പൊടി ചേർത്തിട്ടുണ്ടാക്കാം, നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഈ വാവിൻ്റെ തലേന്ന് നമ്മൾ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ നമ്മുടെ കായം പൊടിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബോഡി പ്യൂരിഫിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ഇതിട്ടിട്ടുണ്ട് ഈ ഫുഡ്സിൻ്റെ ഡിഫറൻസിയേഷനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ ഈ വെള്ളുള്ളി, ഉള്ളി, നമ്മുടെ അസഫറ്റീൽ അല്ലെങ്കിൽ കായം, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് സ്ഥിരമായി വേണ്ട സാധനങ്ങളല്ല. അതൊക്കെ ഒരു മരുന്നിൻ്റെ രീതിയിൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഞാനിപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് വെള്ളം ഒലിമ്പി ഒന്ന് ഒഴിക്കാൻ പോവാണ്. നമുക്ക് ഈ വേസ്റ്റ് ചെയ്യൽ പരിപാടി നടക്കില്ല. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തി ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ചേർത്ത്, വളരെ കുറച്ച് നമുക്ക് ആ സൈഡിലുള്ളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുക് വറുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിലിടണം കേട്ടോ. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടിപ്പിടിക്കേണ്ട പറഞ്ഞിട്ടാണ്, ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ. കാരണം നമുക്കിത് ഇനി തിളപ്പിച്ചെടുക്കേണ്ട, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് അതൊന്ന് കടുകൊന്ന് വറുത്ത് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ മിക്സിയിലിട്ട് ഞാനൊന്ന് വെള്ളം ചുറ്റിച്ചെടുത്തിട്ട് ഞാനത് ചേർത്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ ഫ്ലെയിം ലോയിൽ വെക്കാൻ മറക്കരുത്, അതല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തി അടിപ്പിടിക്കും. ഓക്കെ, വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു സാധനം കൂടെ ഓർത്ത് വെക്കണം. നമ്മളിത് കാര്യമായി തിളപ്പിക്കുന്നില്ല, നമ്മളൊന്ന് ചൂടാക്കി എടുക്കണുള്ളൂ. അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ചുക്ക് വെള്ളം, അങ്ങനെ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക, നല്ല വെള്ളം ചേർത്ത് കൊടുക്കുക. ടാപ്പ് വാട്ടർ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കിണറ്റിലത്തെ വെള്ളമൊക്കെ നമുക്ക് പിന്നെയും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ ടാപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ല ഡാമിലത്തെ കണക്ഷനൊക്കെ ആണെങ്കിൽ പരമാവധി അതൊന്ന് ചൂടാക്കി എടുക്കാൻ നോക്കുക. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ ചമ്മന്തി നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒന്ന് തിളച്ച് വന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരമൊന്നും ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചമ്മന്തിയാണിത്. അതുകൊണ്ട് ഞാൻ ദോശയുടെ കൂടെ വേഗം കഴിക്കാൻ പോവാണ്. അപ്പോൾ സൂപ്പർ. ഓക്കെ.
അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.